ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ ഒരിതാണ്. ഞാൻ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തയക്കാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ സെറ്റിങ്സ് ഉണ്ട്, പ്ലേയും ഉണ്ട്. സെറ്റിങ്സിൽ പോയി നോക്കാം എന്തൊക്കെയാണ്. മ്യൂസിക് വേണ്ട ഗൈസ്, സൗണ്ട് ഇരിക്കട്ടെ, ഇത്ര മതി ഗൈസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം, നമുക്ക് പ്ലേ ചെയ്യാം. വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത സമയം തന്നെ ഈ സാധനം വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇത് എന്തൊരു സംഭവമാണ്. എൻ്റർ പിന്നെ വെബ് ആൻഡ് അതർ കമ്പ്യൂട്ടർ പാർട്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളടുത്ത് ഇത് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കണം. നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാനും ഇതൊക്കെ വാങ്ങിക്കാനാണ് പറഞ്ഞേക്കണം. നമുക്ക് പൈസ കൊടുക്കണം. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല, നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ലെവൽ 2 റീച്ച് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കണേ. അത് കമ്പ്യൂട്ടർ പാർട്സ് വാങ്ങിക്കണമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ പാർട്സ് വാങ്ങിക്കാം. ഇതും പിന്നെ ഇതും കീബോർഡ് മൗസ് പാഡ് വാങ്ങിച്ചില്ല. അപ്പോൾ ഗൈസ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി ഗൈസ് എനിക്കിത് തോന്നുന്നു നമ്മൾ ഇത് വാങ്ങിക്കണമെന്ന് ഗൈസ്. ആഡ് വന്നതാണ്, ആഡ് കഴിഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കണമെന്നാണ് അവർ പറയണത്. നമുക്കെടുത്ത് വയ്ക്കാം ഗൈസ്. അവർ ഇതെടുക്കാനാണ് ഫസ്റ്റ് പറയണത്. നമുക്കിതിവിടെ എടുത്ത് വയ്ക്കാം. എയർ ഫ്ലോ കമ്പ്യൂട്ടറാണെന്ന് തോന്നുന്നത്, അതൊരു പി സി ആയിരിക്കും. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പി സി ആയിരിക്കും. സോറി. പിക്കപ്പ് ദ പി സി പാർട്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇവിടെ നമുക്ക് പിന്നെ മണ്ടിയിൽ എന്തൊക്കെ സാധനമാണ് ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതും നോക്കാം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാണല്ലേ. ഇതിൻ്റെ അകത്തൊക്കെ അസംബ്ലി ചെയ്യണം. ഇത് കീബോർഡാണെന്ന് തോന്നുന്നു. കീബോർഡ് തന്നെ. അസംബിൾ പാർട്ട് ഗൈസിൻ്റെ ഈ ഒരു സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഓൺ ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഗേറ്റ് അല്ല ഗെയിം തുറക്കേണ്ടതാണ്. ഗൈസ് നമുക്കിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഗെയിം എടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഗെയിം എടുക്കാം. ഗെയിംസിൽ പോയി എല്ലാ ഗെയിമും വാങ്ങിക്കണമെന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ ഷട്ടർ ഓപ്പൺ ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഗൈസ് നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇനി ഗെയിം വാങ്ങിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ല ഗൈസ്, നമുക്ക് ഇതിന് ആരോ ഒന്നും കൊടുത്തിട്ടില്ല. അവർ അപ്ഗ്രേഡ് പി സിയെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇനി ഗൈസ് നമുക്കിത് ഇതെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഗോസ്റ്റ് വാർ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാണ് അവർ പോയത് ഗൈസ്. നമുക്കിത് ഇതെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലെയിം ചെയ്ത് അടുത്ത ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. ഞാൻ ഈ ഗെയിം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഗെയിം തെറാപ്പിസ്റ്റ് ഒരിടയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ ഇത് ഒന്ന് നോക്കിയപ്പോൾ ആണ് ഞാൻ ഗെയിം സൂപ്പറാണെന്ന് കുറേ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇത് ആടാണ്. ഗൈസ് ഇത് പോയി ഗൈസ്. നമുക്ക് സെറ്റായിട്ടുണ്ട്. അടുത്ത നമുക്ക് ഗെയിംസ് വാങ്ങിക്കാം. ഇതൊക്കെ വാങ്ങിച്ചിടാം. ഗൈസ് സെറ്റ് ഇതുകൂടെ വാങ്ങിച്ചിടാം. ഉള്ള എല്ലാ ഗെയിമും വാങ്ങിച്ചു ഗൈസ്. ഇതിൽ ഞാൻ ഒരു വീഡിയോ കണ്ട് പബ്ജി ഒക്കെ ഓൺലൈനായിട്ട് ഇതിന് കണ്ട്. കോൾ ഓഫ് മൊബൈലൊക്കെ ഉണ്ട് ഇതിൽ. പബ്ജി ഉണ്ട്.
പബ്ജി എത്ര ലെവൽ കഴിയുമ്പോഴേ കിട്ടൂ. ഈ സെറ്റപ്പൊക്കെ ആണെങ്കിൽ 7 രൂപ 8 രൂപ നമ്മൾ ഒറിജിനൽ പൈസ നമുക്ക് ഇതിൽ കൊടുക്കണം, എന്നാലേ നമുക്കത് കിട്ടൂ. ഗൈസ് നമുക്ക് എന്തൊരു ഒരു ഇത് വന്നിട്ടുണ്ട്. അയ്യോ ഗൈസ് നമുക്ക് ബാറ്റൊക്കെ കിട്ടി ഗൈസ്. ബാറ്റ് ഇവിടെ എന്തൊരു സെറ്റപ്പ് ഗൈസ്. ഇത് മറ്റേ ഈ കറങ്ങിയിരിക്കുന്ന സിസ്റ്റം ഗൈസ്. ഇതിനൊക്കെ ഭയങ്കര പൈസയാണ്. 3 രൂപ. നമുക്ക് ഇങ്ങനെ സാധനം ഇത് ഇരുന്നിട്ട് തന്നെ ഇതാക്കാൻ പറ്റും ഗൈസ്. ഇതെന്താണ് ഗൈസ്? നമുക്ക് കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഗൈസ്. നമുക്ക് ഇനി പൈസ കുറച്ചുകൂടെ കിട്ടുമ്പോൾ നമുക്ക് ഗൈസ് നമുക്ക് ലെവലപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ബൂസ്റ്റ് എന്നാണ് ഒന്നും മനസ്സിലായില്ല. ഗൈസ് കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് ഗൈസ്. അത് സമയമൊക്കെ കാണിക്കുന്നുണ്ട്. ഗോസ്റ്റ് നമുക്കിത് PC ഒക്കെ ഇനി വാങ്ങിക്കണം ഗൈസ്. ഇത് ഇപ്പം ഇനി സെറ്റപ്പ് കളിക്കാം. ഗൈസ് കസ്റ്റമറിന് ഇത് കൊടുത്തു. കസ്റ്റമർ പോയി. ഇപ്പോൾ ഇത് ഏത് വാർ ഓഫ് ഇതാണ് കളിക്കുന്നത്. വാർ ഓഫ് എന്തൊരു ഇതാണ്. അവർക്ക് ഈ ചേച്ചിക്ക് ഏതൊരു ഗെയിം കളിക്കണം. അപ്പോൾ ഇവർ പോയാലേ നമുക്ക് ഈ ചേച്ചി അങ്ങോട്ട് വിടാൻ പറ്റൂ. നമുക്കല്ലാതെ നമുക്ക് ഇത് വാങ്ങിക്കാനാണ് അവർ പറഞ്ഞേക്കണം. ടേബിളും ഇതൊക്കെ വാങ്ങിക്കാനാണ് അവർ പറഞ്ഞേക്കണം. നമുക്ക് ടേബിൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നോക്കാം. ടേബിൾ ഗെയിമില്ലല്ലോ. ടേബിള് കസാര ഇത് കഴിഞ്ഞു. കമ്പ്യൂട്ടർ പാർട്സിൽ ഇത് ഇത്രയുള്ള കമ്പ്യൂട്ടർ പാർട്സിൽ. ഓഹോ ഇതൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളൊരു ചെയറും ഒരു ടേബിളും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ ആൾക്കാർ പോയില്ല. ഇവർ വെയിറ്റ് ചെയ്യാണ് ആൾക്കാർ ഗൈസ്. നമുക്ക് വീണ്ടും ബൂസ്റ്റ് ചെയ്യാം. ഇതിനും പൈസ കൊടുക്കണം ഗൈസ്. നമുക്കിത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് PC ഇതെല്ലാം വാങ്ങിക്കണം. 100 ഇല്ല. ഇതൊക്കെ പുതിയ മോഡലാണ് ഗൈസ്. ഒരു ആഡാണ്. ആഡ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റൂ, കാരണം നമുക്ക് പൈസ ഇല്ല. നമുക്ക് ഇത് മാത്രം വാങ്ങിക്കാം. നമുക്കപ്പോൾ ആൾ വെയിറ്റിംഗ് ആയിരിക്കും ഗൈസ്. അയാൾ പണവുമില്ല. അയാളിപ്പോൾ പോവും. ഇവരെ പറഞ്ഞുവിടാം. ഗൈസ് നമുക്ക് ഈ സാധനം നമുക്ക് അവിടെ ഇടാം, അവിടെ കൊണ്ടുവയ്ക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ വേറെ സാധനങ്ങൾ വാങ്ങിക്കണം, എന്നാലേ പറ്റുമെന്നല്ല, എന്നാലേ അതിൻ്റെ അവിടെ ഇത് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണമെന്നാണ്. ഇവിടെ കാണിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കിതിൽ ഇതെടുക്കണം. ഇവിടെ വാങ്ങിക്കാനും അവർ പറയുന്നുണ്ട്. നമുക്ക് വാങ്ങിക്കാം. നമ്മളിനി PC ആണ് എടുക്കാൻ പോണത്. PC ഇപ്പം നമ്മൾ PC വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി അത് വെക്കാൻ പറ്റുമോ നോക്കാം. ഇനി 76 രൂപയേ ഉള്ളൂ. നമുക്ക് PC കൊണ്ട് ഇവിടെ വയ്ക്കാം. ഗൈസ് നമുക്ക് മറ്റേ സാധനം വേണം, CPU വേണം. അതിന് എത്ര രൂപയാവും നമുക്ക് നോക്കാം. CPU 280 വേണം ഗൈസ്. നമുക്കിപ്പോൾ 76 ഉള്ളൂ.
ഈ 1350 രൂപയ്ക്ക് PC കർവ്ഡ് PC നല്ല ലെങ്ത് ഒക്കെ ഉള്ളതുണ്ട്. കസ്റ്റമർ റേറ്റിംഗ് ആണ്. ഇവർ പോയാലേ നമുക്ക് പോകാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് VI പാസ് വേണം. 5 ലെവൽ കഴിഞ്ഞാലേ നമുക്ക് കയറാൻ പറ്റൂ. എൻ്റെ അപ്പുറത്തെ സ്ഥലമുണ്ട്. നമുക്കിതിൻ്റെ വെളിയിൽ പോകണമെങ്കിൽ 8 ലെവൽ എന്തെങ്കിലും കഴിയണം. 8 ലെവൽ നമുക്ക് കഴിയണം. ഇതിൽ ബാറ്റുണ്ട്. നമുക്ക് വെച്ച് ഇവരൊന്ന് അടിച്ചു നോക്കിയാലോ? അതിന് വേണ്ട ഇവർ പോകുമ്പോൾ ഇവരെ അടിക്കാം. നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ അവർ ഇപ്പം ഇറങ്ങിയാൽ പോകും. നമുക്കൊന്ന് കിട്ടും. സ്കേറ്റിംഗ് ബോർഡിലൊക്കെ നമ്മൾ ഗൈസ്. അപ്പോൾ ആരെങ്കിലും ഗൈസ് നമുക്ക് അടിച്ചു നോക്കാം. ഓ ഗൈസ് ഇവിടെ നമുക്ക് ഇതായതുകൊണ്ട് പോവില്ല. നമുക്ക് ഇതിലടിച്ചു നോക്കാം. ഒന്നും പറ്റിയില്ല ഗൈസ്. അവർ പോയാലേ നമുക്ക് ഇതാക്കാൻ പറ്റൂ. ഇവരെന്താണ് ചെയ്യുന്നത് നടക്കുന്നത്. ഈ ഗെയിം കളിച്ച് തീർന്നിട്ട് വേണം ഇയാളെ നമുക്ക് പറഞ്ഞു വിടാൻ. ഗൈസ് ഇവിടെ ചുറ്റിന് ഫുള്ള് നമുക്ക് ഇതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ട വീഡിയോയിൽ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പുതിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഗൈസിൻ്റെ മണ്ടയിൽ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾഡ് 5 ഗെയിമും DS 48 പിന്നെ PS 142 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവർ പോയാലേ നമുക്ക് ഇയാളെ പറഞ്ഞു വിടാൻ പറ്റൂ. ഗൈസ് ആഡാണ്. നമുക്ക് ആഡ് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നമ്മളെ ഗെയിമൊന്നും അറിയാതെ ഗൈസ് നമ്മളെ ഗെയിം ആക്റ്റഡ് ആയെന്നാണ് അവർ കാണിക്കുന്നത്. നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെ കാണാം. നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് പിന്നെ വരാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും